ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ട്, മലപ്പുറത്ത് വീണ്ടും കാട്ടാന ആക്രമണം. വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിൽ നഗറിലാണ് ആക്രമണം ഉണ്ടായത്. പുഞ്ചക്കൊല്ലി നഗറിലെ നെടുമുടിയാണ് ആക്രമണത്തിന് ഇരയായത്. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിപിൻ, അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റോ? എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, മലപ്പുറത്ത് വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇത് ഏകദേശം 4:30 കൂടിയാണ് സംഭവം. വഴിക്കടവ് പുഞ്ചക്കൊല്ലിയിലുള്ള അവിടെയുള്ള ഒരു ആദിവാസി നഗറിലാണ് കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് വനത്തിനകത്തുള്ള ആദിവാസി നഗറാണ്. അവിടെയാണ് ഈ കാട്ടാൻ ആക്രമിച്ചിരിക്കുന്നത്. നെടുമുടി അഥവാ ചടയൻ എന്നറിയപ്പെടുന്ന ആളാണ് ഈ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോൾ ആംബുലൻസും അതുപോലെ തന്നെ വനപാലകരൊക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. കാരണം വനത്തിനകത്തുള്ള പ്രദേശമാണ്. എത്രത്തോളം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നുള്ളത് ഇപ്പോൾ വന്നിട്ടില്ല. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു, അതായത് നിലമ്പൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. കൈക്കും കാലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ആന ചവിട്ടുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഈ ആദിവാസി നഗറിന്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള ഒരു വീടാണ് ചടയൻ്റേത്. ആ ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ ആന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് പ്രാഥമികമായ വിവരം. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചും ഈ വനത്തിനകത്തുള്ളവർ പുറത്തേക്ക് എത്തിയാൽ മാത്രമായിരിക്കും അതിനെക്കുറിച്ച് അറിയുക. വനപാലക സംഘം ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിലെ ആശുപത്രിയിലേക്ക് എത്തിക്കും. അപ്പോൾ മാത്രമായിരിക്കും ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരിക. 4:30 കൂടിയാണ് ഈ വീണ്ടും മലപ്പുറം ജില്ലയിലെ വഴിക്കടവിലെ പുഞ്ചക്കൊല്ലി എന്നുള്ള പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പുഞ്ചക്കൊല്ലി ആദിവാസി നഗറിലെ നെടുമുടിയാണ് ആക്രമണത്തിന് ഇരയായത്. ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. അവിടേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ആംബുലൻസുകളും ഒക്കെ എത്തുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.